പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 24 തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് ഒത്തിരിയേറെ എൻട്രൻസുകൾ എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈശോയെ. ജോലിക്കായാലും പഠനത്തിനായാലും ഇൻ്റർവ്യൂവിൻ്റെ കൂടെ കർത്താവ് കുറേ ആശയോടും പ്രതീക്ഷയോടും കൂടി ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റ് എങ്ങനെയെങ്കിലും കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു, എന്നാലും ദൈവമേ നീ വിചാരിച്ച എന്നെ താങ്ങി നിർത്താൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് നിൻ്റെ സാന്നിധ്യം കൊടുത്തവർ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ
ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ട് മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കളും അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ പ്രപഞ്ചത്തിലെ കാലാവസ്ഥ ഭേദങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാലാവസ്ഥ ദൈവാഭിമുഖ്യത്തിലേക്ക് ചില സമയത്ത് ദൈവാഭിമുഖ്യത്തിൻ്റെ അടയാളം കാണിച്ചു തുടങ്ങും. ഇത് നമ്മൾ ശ്രദ്ധയോടെ ഈ ടൈം ക്യാച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എങ്ങനെ ശാന്തമായിരുന്നാലും തിരക്കായിരുന്നാലും ചില സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെന്ന് വിചാരിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് സന്ധ്യക്ക് നേരത്തെ പ്രാർത്ഥിക്കാം എന്നല്ല നിങ്ങൾ പറയണ. അങ്ങനല്ലത് ശരിക്കും പറഞ്ഞാൽ. ഈ ദൈവാനുഗ്രഹം നമുക്ക് തരാൻ നേരത്തെ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനത് അറിയാൻ പറ്റും. അപ്പോൾ ആത്മാവ് അതിൻ്റെ അടയാളം കാണിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കും. അപ്പോഴേ എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയണത്, ഇൻ കേസ് നിനക്ക് എവിടെ ബോട്ടിലാണ്, വള്ളത്തിലാണ്, വണ്ടിയിലാണ്, വാഹനത്തിലാണ്, ഓഫീസിലാണ്, എവിടെയാണ് നിനക്ക് എപ്പോഴാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നണത്, അത് നീ മാറ്റിവെക്കരുത്. അത് പ്രേതൻ്റെ അലോട്ട് ടൈമാണത്. നീ നാളെ ചിലപ്പോൾ ദൈവസമാഗമത്തിന് നിൻ്റെ ഒരു ടൈം ഫിക്സ് ചെയ്യും. പക്ഷെ ആ ദൈവം അപ്പോഴ് അതർ ലൈനിലുണ്ടാവണം നിർബന്ധമില്ല. ദൈവം ലൈനിലുള്ളപ്പോൾ, അവൻ അടുത്തുള്ളപ്പോൾ തന്നെ അന്വേഷിക്കുമെന്ന് പറയത്തില്ലേ, അതാണിത്. യെശയ്യാ 55:6. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, അതന്നെ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതായത് നിനക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, ഒരു ദൈവവിചാരം തോന്നുന്നത്, പ്രാർത്ഥിക്കാൻ തോന്നുന്നത് നിർബന്ധമില്ല, ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ തോന്നിയാൽ മതി. അതാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നീ എവിടെയാണെങ്കിലും അപ്പോഴൊരു നിമിഷം മൗനമായിട്ട് ദൈവത്തെ അനുസ്മരിക്കണം. ചിലപ്പോൾ നന്ദി പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട, ഇപ്പം എന്നെ ഓർപ്പിച്ചതിന് നന്ദി പറയുന്നെന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഒരു നിമിഷം മൗനമായി ദൈവത്തിൽ ലയിച്ചിരുന്നാലും മതി, കണ്ണുകളടച്ച് ശാന്തമായിരുന്നാലും മതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ടൈം അപ്പോൾ തന്നെ അറിയാലോ. അതായത് ചില സമയത്ത് നേരെ ഓപ്പോസിറ്റും വരാം. അശ്വനിപാതം പോലെ നിലച്ചെറിയ സമയത്ത് ചില അസ്വസ്ഥതകൾ വരും. അപ്പോഴും നമ്മളോർക്കും നമുക്കെന്തോ കാലക്കേട് വന്നില്ല, ഇന്ന് ആരെയും കണി കണ്ടുകൊണ്ടാണ് ഇറങ്ങിയതെന്ന്. അതൊക്കെ ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല വിഡ്ഢിവേഷങ്ങളും പറയും. പക്ഷേ ദൈവബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നെഗറ്റീവ് അന്തരീക്ഷത്തിലൂടെയും ദൈവസാന്നിധ്യം ഉണ്ടാകും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 24:32 എടുത്തേ, മത്തായിയുടെ സുവിശേഷം. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ വേനൽക്കാലം പിന്നെ ചൂടല്ലേ, ഈ ചില സമയത്ത് തണൽ പോവുകയെ, തണലിന് ഒത്തിരിയേറെ പ്രാധാന്യം ഉള്ളൊരു ദിവസമാണല്ലോ വേനൽക്കാലം. നമ്മളും വഴിയെ പോകുമ്പോൾ തണൽ തേടിയില്ലേ ആൾക്കാർ പോണത്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ തണലിലൂടെയാണ് പോണത്. കാരണം ഉച്ച 12 മണിക്ക് 1 മണിക്കൊക്കെ ഊണ് കഴിക്കാൻ വീട്ടിലോട്ട് വരുമ്പോൾ
നല്ല വെയിൽ, സാധാരണ വഴി നല്ല വെയിലായിരിക്കും. അപ്പോൾ തെങ്ങിൻ്റെ തടം നോക്കി തണൽ നിർത്തി പോകും. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തണൽ തേടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വേണം, ആരെങ്കിലും ഒന്ന് സംസാരിക്കണം, ആരോടെങ്കിലും നിങ്ങളുടെ ഈ സങ്കടം ഒന്ന് പറയണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒരു തണൽ വേണമെന്ന് പറയണത് അതാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. പക്ഷേ വേനൽക്കാലത്ത് വേറെ പ്രത്യേകത, നിങ്ങൾ പറയുന്ന ആളിൽ നിന്നല്ലായിരിക്കും ഇതിന് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോണത്. അടുത്ത വചനം വായിച്ചേ. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ ഈ വേനൽക്കാലത്തിന്റെ അടയാളം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ വരവാണ് വേനൽക്കാലം. ഇപ്പൊ നമ്മളൊക്കെ വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് തണൽ നഷ്ടപ്പെട്ടു, ഒരു തണലിന് വേണ്ടി നമ്മൾ കെഞ്ചുന്നു, ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ ദുഃഖഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓർക്കും. പക്ഷേ വേണ്ടത് ആരെയാണ് ശരിക്കും പറഞ്ഞാൽ? വേണ്ടത് ദൈവത്തെയാണ്. ദൈവം നമ്മളെ സന്ധിക്കാനും സംരക്ഷിക്കാനും വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വേനൽക്കാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ഇങ്ങനെയുള്ള കാലങ്ങൾ വിവേചിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നില്ല, എല്ലാം പോസിറ്റീവ് തന്നെയാണ്, മനസ്സിലാക്കുന്നതിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെ ഒരു തണൽ തേടുന്ന മനസ്സ്, തണൽ കൊതിക്കുന്ന ഒരു സമയം വന്ന കർത്താവ് അടുത്തുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. പ്രേസലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.